രാവിലെ തന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴുള്ള അവസ്ഥയാണ് കാണിച്ചു തരാട്ടെ. നിങ്ങൾ എൻ്റെ കാലുമിലേക്ക് നോക്കട്ടെ. ഞാനത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇത് ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് വെറുതെ നോക്കി എൻ്റെ കാലുമിലേക്ക് ഇതേ കയറുന്ന ഉറുമ്പ് കണ്ട, പുളിയുറുമ്പുകളെ കയറണം എൻ്റെ കാലുമിലേക്ക് കണ്ട. ഇവിടെയൊക്കെ നോക്ക്, നിറയെ പുളിയുറുമ്പ് എൻ്റെ കാലുമിലൂടെ ഇതേ കയറി. വെള്ളം ഒഴിക്കാൻ എനിക്ക് നിർവാഹം ഇല്ലാണ്ടായി കണ്ട. കടിച്ചിട്ടൊരു പാകില്ല എന്നുള്ളതാണ്. വീട്ടുമുറ്റത്താണ് ഈ അഭ്യാസം കാണുന്നത് കണ്ട. ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ മേത്തേക്ക് അരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാര്യം ചെയ്തൊരു പുളിമാവാണ്. പുളിമാവ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, നിറയെ പുളിയുറുമ്പാണ്. അപ്പോൾ നല്ല പോലെ പുളിയുറുമ്പുണ്ട് ഈ പരിസരത്തൊക്കെ പുളിയുറുമ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നടിക്കണം. ഓക്കെ, ഇതാണ് കേട്ടോ ജമ്പ് കണ്ട. ഇതാണ് ജമ്പ്. ഇതേ നോക്കി നിങ്ങളിവിടെ നോക്കിയാൽ ഇത് പോഷൻ കണ്ടൻറ്റ് കൂടിയത് തന്നെയാണ്. ഈ മഞ്ഞയിൽ വെള്ളയിൽ മഞ്ഞ വരുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും കൂടിയ പോയിസനാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമുക്ക് ശരിക്കും 2 ഗ്രാമാണ് ആകെ വരുന്നുള്ളൂ. ഈ 2 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന് 10-35 രൂപയുണ്ട് വില. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇത് പൊട്ടിക്കുക, നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ഇടുക. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു തരി രൂപത്തിലുള്ള സാധനമാണ്. നമ്മൾ നേരിട്ടിട്ട് സ്പ്രേയറിൽ ഇടാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ട 5 ലിറ്ററിൻ്റെ ഒരു പാത്രമാണിത് കണ്ട. 5 ലിറ്ററിൻ്റെ പാത്രത്തിൽ നിറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക, കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും പതപ്പിക്കുക കണ്ട. ഇതേപോലെ 2 സൈഡിലേക്ക് നല്ല പോലെ ആറ്റണം, എന്നാലാണ് അത് അലിയുള്ളൂ. അലിഞ്ഞിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പോലെ ആറ്റണം. ഇനി നമുക്ക് ഈ ഒരു പാത്രം എടുത്തില്ലേ, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കഴുകി ഒഴിക്കുക. ഇതിൽ അംശങ്ങളുണ്ടാവും. ഇതാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു, ഇതാണ് നമ്മുടെ സ്പ്രേയർ വരുന്നത്. നമ്മുടെ ബാറ്ററി സ്പ്രേയറാണ്. ബാറ്ററി സ്പ്രേയറിൽ നമ്മൾ അരിപ്പ് വയ്ക്കുക. അരിപ്പ് വെച്ചിട്ട് ഈ മരുന്ന് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. എന്നാലും ഈ ബക്കറ്റിൽ ഇതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അത് നമ്മളത് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. നോക്കിയാൽ ചെറിയൊരു വെള്ള കളർ വരുന്നുണ്ടല്ലേ. 2 ഗ്രാം സാധനം ആകെയുള്ളൂ, 5 ലിറ്റർ വെള്ളവും. അപ്പോൾ ഞാനിത് ഈ മുഴുവൻ വെള്ളവും നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചു. അതായത് മുഴുവൻ ഞാൻ ഈ സ്പ്രേയറിലേക്ക് ഒഴിക്കണം കണ്ട. ആകെ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് 5 ലിറ്ററിലേക്കുള്ള മരുന്ന് ആകെ ഉള്ളൂ, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതെങ്ങനെ സ്പ്രേ ചെയ്യണമെന്ന് കൂടി ഞാൻ കാട്ടിത്തരാം. ഇതടയ്ക്കുക. ഓക്കെ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേയർ ഓണാക്കി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ സ്പ്രേയർ എടുക്കുക. ഈ മരുന്ന് ഈ താഴത്തുകൂടെ മാത്രം അടിച്ചാൽ മതി. നമ്മുടെ മാവിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന ഉറുമ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കടക്കിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഉറുമ്പിൻ്റെ ഏതെങ്കിലും ഒരു 10 ഉറുമ്പിൻ്റെ മേത്ത് സ്പ്രേ കിട്ടാവുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാൻ. ഇനി ഇവർ നേരെ ചെന്ന് അവരെ കൂട്ടാളികളിലൊക്കെ അടുത്ത് പോയിരുന്ന് അങ്ങനെ നശിച്ചു പോവും 2 ദിവസം കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ ഭാഗത്തൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എല്ലാ പരിസരത്തും വീടിൻ്റെ ഉമ്മത്തടി കാണുന്നൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ഉറുമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമ്മൾ മരത്തിൻ്റെ മുകളിൽ കയറി അടിക്കേണ്ട ആവശ്യം വരും. നിലത്ത് മാത്രമേ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 10 ഉറുമ്പിന് മേത്ത് അടി കിട്ടണം, അത്ര മാത്രമല്ല. ഓക്കെ.